ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ഫേസിലുള്ള ഹെയർ റിമൂവ് ചെയ്യാൻ ഇന്ന് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. എന്നാൽ അതിൽ ഏതാണ് നല്ലത്, സൈഡ് എഫക്റ്റ് ഇല്ലാതെ ഏതാണ് യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് പലർക്കും അറിയില്ല. നമുക്ക് അതിനെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കിയാലോ? ഇതിൽ ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് വാക്സിംഗ് ആണ്. നിങ്ങൾ ഫേസിലുള്ള ഹെയർ റിമൂവ് ചെയ്യാൻ വേണ്ടി ഹോട്ട് വാക്സ് ഒരിക്കലും നമ്മുടെ ഫേസിൽ യൂസ് ചെയ്യരുത്. കാരണം എന്താന്ന് വെച്ചാൽ ഇത് ഇൻഗ്രോൺ ആയിട്ടുള്ള ഹെയർ ഗ്രോത്തിന് കാരണമാവുന്നുണ്ട്. മാത്രമല്ല ആക്നെയുള്ള ആൾക്കാരാണെങ്കിൽ ഈ കണ്ടീഷൻ ഒന്നും കൂടെ വേഴ്സൺ ആക്കി മാറ്റും. അതുകൊണ്ട് ഫേസിലുള്ള ഹെയർ റിമൂവ് ചെയ്യാൻ ആരും വാക്സ് എന്നുള്ള മെത്തേഡ് സ്വീകരിക്കരുത്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഹെയർ റിമൂവൽ ക്രീംസ് ആണ്. ഈ ഹെയർ റിമൂവൽ ക്രീമിൽ ഒരുപാട് കെമിക്കൽസ് അടങ്ങിയിട്ടുണ്ട്. അത് സ്കിന്നിൽ ഇറിറ്റേഷൻ ഉണ്ടാക്കും. മാത്രമല്ല ചിലർക്ക് ഡാർക്ക് സ്പോട്ട്സിന് പിന്നിലായിട്ട് റാഷസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഫേസിലുള്ള ഹെയർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഹെയർ റിമൂവൽ ക്രീംസുകൾ യൂസ് ചെയ്യാത്തതാണ് നല്ലത്. മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ത്രെഡിംഗ് ആണ്. ഐബ്രോ ത്രെഡ് ചെയ്യുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. എന്നാൽ നമ്മുടെ ഫേസിന്റെ രണ്ട് സൈഡിലും ചിന്ന ഏരിയയിലൊക്കെ ത്രെഡ് ചെയ്യുന്നത് കൊണ്ട് ബംസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് ലോങ് ടേം ആയിട്ട് നമ്മുടെ ഫേസിൽ തന്നെ നിൽക്കുകയും ചെയ്യും. അത് മാത്രമല്ല ഇതും ഇൻഗ്രോൺ ആയിട്ടുള്ള ഹെയർ ഗ്രോത്തിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ത്രെഡ് ഒരിക്കലും ഐബ്രോ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, സൈഡ് ലോക്സിൽ ത്രെഡ് ചെയ്യാത്തതാണ് നല്ലത്. നാലാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഷേവിങ്ങും ട്രിമ്മിങ്ങും ആണ്. ഇത് നല്ലൊരു മെത്തേഡാണ്. ഇത് ഒരിക്കലും നമ്മുടെ ഹെയർസിനെ തിക്കാക്കി മാറ്റില്ല. ഇപ്പൊ ഒരുപാട് നല്ല ഫേഷ്യൽ ട്രിമ്മേഴ്സ് ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നല്ല കമ്പനിയുടെ സെലക്ട് ചെയ്ത് യൂസ് ചെയ്യാം. അതുകൊണ്ട് ഫേസിലെ ഹെയർ റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഷേവിങ്ങും ട്രിമ്മിങ്ങും ആണ്. പിന്നെ സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന വേറൊരു മെത്തേഡാണ് ലേസർ ഹെയർ റിഡക്ഷൻ എന്ന് പറയുന്നത്. നിങ്ങളുടെ ഹെയർസ് വളരെ തിക്കാണ്, അത് മാത്രമല്ല മാസത്തിൽ ഏകദേശം 2 പ്രാവശ്യമൊക്കെ ഹെയർ റിമൂവ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ മെത്തേഡ് സ്വീകരിക്കാവുന്നതാണ്. ലാസ്റ്റ് മെത്തേഡാണ് ബ്ലീച്ച് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഫൈൻ ഹെയർസ് ആണ് ഉള്ളത്, അത് മാത്രമല്ല ചില ആംഗിൾസിലൊക്കെ ഉള്ളൂ എങ്കിൽ നിങ്ങൾക്ക് ബ്ലീച്ച് ചെയ്യാവുന്നതാണ്. പക്ഷെ ഇത് ചെയ്യുന്നത് മുമ്പേയും ചെയ്തതിന് ശേഷം കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഒരിക്കലും ബ്ലീച്ച് ചെയ്യരുത്. മാത്രമല്ല റെഡ്നെസ്സും ഇറിറ്റേഷനും ഒക്കെ സ്കിന്നിൽ ഉണ്ടെങ്കിൽ ബ്ലീച്ച് ചെയ്യാത്തതാണ് നല്ലത്. പിന്നെ ബ്ലീച്ച് ഇടുന്നതിന് മുൻപേ ഒരു തിൻ ലെയർ ആയിട്ട് മോയ്സ്ചറൈസർ നിങ്ങളുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്ത ശേഷം മാത്രമേ ബ്ലീച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. ബ്ലീച്ച് ഇട്ട ശേഷം ഒരു 10 തൊട്ട് 15 മിനിറ്റ് വരെ നിന്ന് കഴിഞ്ഞാൽ ഉടനെ തന്നെ തണുത്ത വെള്ളത്തിൽ കഴുകണം. ഇത് അധികം നേരം ഫേസിൽ വെച്ചിരിക്കാൻ പാടില്ല. അത് മാത്രമല്ല കഴുകി കഴിഞ്ഞ ശേഷം ഒരു അലോവേര ജെല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൂത്തിങ് മോയ്സ്ചറൈസറോ അപ്ലൈ ചെയ്യണം. മാത്രമല്ല നിങ്ങൾ ബ്ലീച്ച് ചെയ്ത അന്ന് വൈറ്റമിൻ സി, സാലിസിലിക് ആസിഡ്, റെറ്റിനോൾ, ഗ്ലൈക്കോലിക് ആസിഡ് പോലത്തെ സെറംസ് ഒന്നും തന്നെ യൂസ് ചെയ്യാത്തതാണ് നല്ലത്. പിന്നെ ഫേസ് ബ്ലീച്ച് ചെയ്ത അന്ന് സാലിസിലിക് ആസിഡ്, റെറ്റിനോൾ, ഗ്ലൈക്കോലിക് ആസിഡ്, വൈറ്റമിൻ സി സെറംസ് ഒന്നും തന്നെ ഫേസിൽ യൂസ് ചെയ്യാൻ പാടില്ല. അത് മാത്രമല്ല ബ്ലീച്ച് ചെയ്ത് കഴിഞ്ഞ ഒരു 4 ദിവസത്തെ ഒരിക്കലും സ്കിൻ എക്സ്ഫോലിയേറ്റ് ചെയ്യാനും പാടില്ല. പിന്നെ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം മൈൻഡിൽ വെക്കുക, എല്ലാ അസുഖത്തിനെയും റൂട്ട് കോസ് കണ്ടെത്തിയിട്ട് ട്രീറ്റ് ചെയ്യുന്നതാണ് നല്ലത്. പ്രത്യേകിച്ച് ഫേസിലൊക്കെ ഹെയർ വളരുന്നത്, അതായത് തിക്കായിട്ട് വളരുന്നുണ്ട്, ചിൻ ഏരിയയില്, അപ്പർ ലിപ്പില്, സൈഡ് ലോക്സിലൊക്കെ വളരുന്നുണ്ടെങ്കിൽ ഹോർമോണൽ ഇംബാലൻസും അതൊരു കാരണമാവാം. അതുകൊണ്ട് നിങ്ങളൊരു ഡെർമറ്റോളജിസ്റ്റിനെയോ ഗൈനക്കോളജിസ്റ്റിനെയോ കൺസൾട്ട് ചെയ്തിട്ട് വേണ്ട ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതാണ്. അപ്പൊ ഇൻഫർമേഷൻ നിങ്ങൾക്കൊക്കെ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയാൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. Bye. Thanks for watching. Have a healthy and beautiful life.